ലാലേട്ടൻ്റെ കൂടെ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്ത പടം ലാലേട്ടൻ്റെ കൂടെയാണ്. അതിൻ്റെ കൂടെ ചെയ്യുന്ന അതേ അതിൻ്റെ വേറൊരു സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജൂനിയേഴ്സിന്റെ അടുത്ത് എങ്ങനെയാ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത്? നമുക്ക് റെസ്പെക്ട് ഇല്ലാതെ ഞാൻ എന്നിട്ട് എനിക്ക് റെസ്പെക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്റെ കാലൊക്കെ എടുത്ത് വലിയ ആളാണെന്ന് സത്യം പറഞ്ഞാൽ അടിപൊളി. അത് നേരത്തെ അല്ല ശരിക്കും എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പുതിയ തലമുറയുടെ കൂടെ വർക്ക് ചെയ്യുക. രണ്ട് തലമുറയുടെ ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പടം എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്ത പടം ലാലേട്ടൻ്റെ കൂടെയാണ്. അതിൻ്റെ കൂടെ ചെയ്യുന്ന അതേ അതിൻ്റെ വേറൊരു സുഖം ഇതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഭാഗ്യമാണ്. പുതിയ തോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുകയില്ല. ഇവർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറിയിട്ട് എന്തൊക്കെയോ പറയുന്നത് കുറേയൊക്കെ പിടുത്തം കിട്ടുന്നത് ഇപ്പൊ ഇവരുടെ കൂടെ ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പലതരം പരീക്ഷണങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ടല്ലോ. ഈവൻ അരികെ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. സോ അരികൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ വന്ന സിനിമയായിരുന്നു, സർക്കാരിന്റെ സിനിമയായിരുന്നു. അപ്പൊ അത്തരം പരീക്ഷണങ്ങളിലേക്കും അതേസമയം പെണ്ണുകേഴ്സ് പോലെയുള്ള ഫൺ കൊമേഴ്ഷ്യൽ എലമെന്റിലേക്കും വരാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു എൻ്റെ ലൈഫിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സമാന്തര സിനിമ കമേഴ്ഷ്യൽ സിനിമ ഒരേപോലെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാലത്ത് സമാന്തര സിനിമയുടെ മാത്രം ആളായിരുന്നു. അതെനിക്ക് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും കമേഴ്ഷ്യൽ സിനിമയിൽ നിലനിൽക്കണം എന്നുള്ളത് വലിയ ആവശ്യമാണ്. കാരണം അത് പറഞ്ഞു വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പണ്ട് ഇന്നാണ് പാടം വന്നൊരു വിലാപം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുകയാണെങ്കിൽ ഞാനായിരിക്കില്ല നായകൻ. അന്നത് അത്ര സാറ്റലൈറ്റ് ഇല്ല, OTT ഇല്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ തന്നെ ഉള്ളൂ. തിയേറ്ററിൽ വന്നാൽ ഇന്ന് ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് OTT കിട്ടും, സാറ്റലൈറ്റ് എത്ര കിട്ടും എന്നുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ ബിസിനസ് വാല്യുള്ള മാർക്കറ്റ് വാല്യുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ കമേഴ്ഷ്യൽ സിനിമയുടെ ആവേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടുകൂടി സമാന്തര സിനിമ ചെയ്യുമ്പോൾ തന്നെ കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗം സഞ്ചരിക്കുന്നത്.